ഈ തോട്ടം ആരുടെയാ? ഇതോ പുത്തമ്പരക്ക ചാക്കോച്ച മുതലാളിയുടെയാ. എന്തിനാണ് നീ ഇതിനെ മാത്തുക്കുട്ടിയെ കൂടിയേ? നിങ്ങളവൻ എന്റെ കാര്യം വഴക്കണമെന്ന്. കാര്യം എന്താണെന്ന്? ഞാൻ ഈ വസ്തു വാങ്ങിച്ചതും ഇവിടെ മാനകെട്ടി താമസിക്കുന്നു അവൻ ഇഷ്ടപ്പെട്ടില്ല, അത്ര തന്നെ. ഇവിടെ ജോലിക്ക് വന്നവരെ ഇന്നലെ മാത്തുക്കുട്ടി തടഞ്ഞു. ഈ തർക്കം എന്തുകൊണ്ട് നീ എന്നെ അറിയിച്ചില്ല? എടാ, വന്ന വഴി മറക്കരുത്. അതേ ഞാൻ ഓർക്കാറുള്ളൂ. കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് വളർന്നവരാ ഞാനും മാത്തുക്കുട്ടി. ആവശ്യമില്ലാതെ അവൻ എന്നോട് വഴക്കിട്ടാലും എനിക്കാ ശിക്ഷ. എന്നും അവന്റെ വാക്കാ ശരി. തെറ്റായാലും അവന്റെ ഭാഗത്താ നിങ്ങൾ നിൽക്കൂ. കാരണം പൊലയിച്ചിരുവാണല്ലോ എന്നെ പറ്റത്. തന്തയില്ലാതാണല്ലോ ഞാൻ പറഞ്ഞത്. എന്താ നീ പറഞ്ഞത്? വിളിച്ചു കൂടാ. എന്റെ മക്കളടക്കം കേൾക്കട്ടെ നീ ഏതാണെന്നും നിന്റെ തന്ത ആരാണെന്നും. ഈ ധൈര്യം നിങ്ങൾ നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ പിഴച്ചു പറ്റൊരു പുലയപ്പെണ്ണിന്റെ ശവം കയറി തൂങ്ങില്ലായിരുന്നു. ആ പാവം തീർക്കാനാണല്ലോ നിങ്ങൾ എന്നെ എടുത്തു വളർത്തിയത്. മാമോദിസ മുക്കിച്ചന്റെ പേര് മാറ്റി, പക്ഷെ കൂടെ ചേർത്തില്ല. മറ്റു മക്കളിൽ നിന്ന് ഒറ്റപ്പെടുത്തി ഒരു അടിയാളിനെ പോലെ പണിയെടുപ്പിച്ചു. സ്വന്തം മകനായിട്ടും ഒരിക്കലെങ്കിലും നിങ്ങൾ അപ്പാന്ന് വിളിക്കാൻ എന്നെ അനുവദിച്ചിട്ടുണ്ടോ? തെറ്റാണടാ, എല്ലാം എന്റെ തെറ്റാണ്. ഞാനൊരു അവകാശം ചോദിക്കാൻ വരുന്നില്ല. എന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിച്ചാൽ മതി. വർഗീസേ, നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ലടാ. നീയും മാത്രം കുട്ടി. നിങ്ങളെ ഓർത്താണ് ഞാൻ ക്ഷമിക്കുന്നത്. സഹിക്കാമെന്നില്ല അധികം. നീ എന്തിനാണ് കൊണ്ടുവന്നത്? അപ്പനെന്താ ഇവിടെ കാര്യം? വന്നു വന്നിവര് കൃഷി നടത്തി കൊടുക്കാൻ പോകണം. മാത്തൂടി, അടങ്ങിയിരുന്നില്ലെങ്കിൽ ഒന്നിനും തരില്ല. പോയിരിക്കേ. എനിക്ക് ചക്കര. കാപ്പൂടി കഴിഞ്ഞേ തരൂ. നാത്തിന് ഇത് ചേട്ടന് കൊടുക്ക. അപ്പോഴേ അല്ല, ഒന്ന് പിടിക്കുക. നമ്മുടെ നല്ല കാലത്തിന് ഞാൻ ഇല്ലത്തി എന്നപ്പോ തിരുമേനി കാര്യസ്ഥനും ഉണ്ടായിരുന്നു. കാര്യസ്ഥനെ ഞാൻ പിടിച്ചോണ്ട് പോന്നു. ഇനി എന്താന്ന് വെച്ചാ ശങ്കുണ്ണിയാര് പറഞ്ഞു, ക്രിസ്ത്യാനികൾക്ക് ഭൂമി കൊടുക്കുന്നത് തിരുമേനിക്ക് തീരെ ഇഷ്ടമില്ല. എന്ന് വെച്ചാൽ നിങ്ങളിൽ ചിലരുടെ ഈ തെമ്മാടത്തരം തന്നെ. കള്ളച്ചാലയം മാറ്റുക, അതിന് കുടിക്കുക, തമ്മത്തല്ല. അയ്യോ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ലേ. തിരുമേനിക്ക് അങ്ങനെ വേർതിരിച്ചൊന്നും അറിയില്ലല്ലോ. കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു വർഗ ചേട്ടന്മാരെ. പിന്നെ ചാക്കോച്ചന്റെ കാര്യമായതുകൊണ്ട് ഞാൻ പ്രത്യേക ഇടപെട്ട് സമ്മതിപ്പിച്ചതാ. ആട്ടെ, ബാക്കി പണപ്പുഴ നാട്ടിൽ നിന്ന് ഇച്ചിരി കാശ് വരാനുണ്ട്. അവിടുത്തെ വസ്തു വിറ്റ വകയില് അത് കൊണ്ടുവരാൻ നാളെ തന്നെ ഞാൻ അങ്ങോട്ട് പോവുക. അതാ നല്ലത്. തിരിച്ചു വന്നിട്ട് മലയിലെ പണി തുടങ്ങാം. എന്നാ നിങ്ങൾ ജോലി തുടങ്ങിക്കോളൂ. ബാക്കി പണത്തിന് 2-3 മാസത്തെ അവധി ഞാൻ വാങ്ങിച്ചു തരാം. പയ്യയുടെ കെട്ടികളെന്തോന്നും മിണ്ടാത്തെ? വേറൊന്നുമല്ല, പെങ്ങളെ കെട്ടിക്കാൻ കരുതി വെച്ചിരുന്ന കാശാ ഇപ്പൊ നിലം മേടിക്കാൻ പോകുന്നത്. ഞാനത് ഓർക്കുകയായിരുന്നു. അന്നേ ഇങ്ങനെ നിനക്ക് തിരക്കൊന്നുമില്ലല്ലോ. നിന്നെ കെട്ടിക്കാൻ പറ്റിക്കുന്ന കാശെടുത്താ നിങ്ങൾ നില വാങ്ങാൻ പോകുന്നു. ഇതാ അപ്പോഴേ ഇങ്ങോട്ട് കഴിച്ച പോലെ ഒന്ന് അങ്ങോട്ട് ഇറക്കിയുള്ളൂ. ഞാൻ അയാളെ വിട്ടിട്ട് വരാം. ആട്ടെ, പറഞ്ഞ പോലെ ചെയ്തു. അയ്യോ, എന്താ ഇത്, കപ്പയോ? കൊള്ളാല്ല.
എന്റെ അപ്പനും കൊണ്ട് വന്നിട്ടെന്തേ? ഇപ്പോഴങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അന്നെ കാപ്പിന്റെ ഒരു ഇച്ചിരിക്കതാ. ആ നിലം വാങ്ങിക്കുന്ന കാര്യം എന്തായി? അതേതാണ്ട് ഉറച്ചു എന്നാ തോന്നുന്നേ. അപ്പൊ മരിച്ചെടുത്തേ കോളടിച്ചല്ല, ചെലവ് ചെയ്യണം. ചെലവും പങ്കിട്ടല്ലേ? ആദ്യം നിന്റെ അപ്പനോട് ചെയ്യാൻ പറ. അതിരിക്കട്ടത് വെച്ചതാണല്ലോ. അപ്പോഴേ ചേട്ടനെന്നാ നാട്ടിൽ പോകുന്നത്? നാളെ. അപ്പൊ ഇനി വന്നിട്ട് കാണാം. ഞങ്ങളിത് കപ്പയിടുക. ഈ വിവരം ഒന്ന് അന്വേഷിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ നിങ്ങൾ എന്തിനാ ഇവനെ ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്? എന്റെ അപ്പനെ തോപ്പിച്ച ഇവൻ ഞങ്ങളുടെ കൂടെ നിന്ന് വിട്ടത്. എന്നെ തോപ്പിക്കാൻ എന്റെ കയ്യിൽ എന്നായിരിക്കുന്നതാ മാത്തുക്കുട്ടി? പ്രായമായ നിങ്ങളുടെ പെങ്ങളില്ലേ? ആ, ഇവൻ ഇവിടെ ഇങ്ങനെ കയറിയിറങ്ങി നടന്നാൽ. മാത്തുക്കുട്ടി അങ്ങനെ പറയരുത്. ഞങ്ങൾ ഈ മലയെ വന്നേ പിന്നെ ഇവന്റെ ഒറ്റൊരുത്തിന്റെ സഹായം കൊണ്ടാ ഇവിടെ നിന്ന് പുറത്തത്. ശരി, ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനി ചേട്ടന്റെ ഇഷ്ടം. വർഗീസേ, നിങ്ങൾ തമ്മിൽ വല്ല പിണക്കമാണോ? എനിക്കൊന്നുമില്ല. എന്നാൽ അവനുണ്ട്. അത് പോട്ടെ. ചാക്കോച്ചൻ പറഞ്ഞു നീ കേട്ടല്ലോ. ഏതാണ്ടൊക്കെ. ഇത് അപ്പനും കൊടുക്ക്. ആ മലയിലെ ചരിവിലൊരു ഭാഗം നിങ്ങൾ പങ്കായിട്ട് വാങ്ങിക്കാൻ പോവല്ലേ? ഈ പങ്കുവെച്ചോട് എന്തോ എനിക്കത്ര പിടിച്ചില്ല. അങ്ങനെ പറയാതിരി മറിയേ. ഇത് പങ്കുകൃഷിയല്ലല്ലോ, ഭൂമിയല്ലോ. വാങ്ങിച്ചാ വീതിച്ചെടുത്തേക്കണം. പിന്നെ എന്നെ ഈ മലബാറെ കൊണ്ടുവന്ന് പുള്ളിക്കാരന്. ഞങ്ങൾ നാട്ടിലെ ചേട്ടാളിയന്മാരെ പോലെ കഴിഞ്ഞൊന്നുമല്ലയോ. പുള്ളിക്കാരനൊരു കാര്യം പറയുമ്പോ അത് മേലാന്ന് പറയാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. ഏതായാലും പെങ്ങളുടെ കല്യാണക്കാരി ഇതിനിടെ മറക്കണ്ട. ദൈവം തമ്പുരാന്റെ കാരുണ്യം കൊണ്ട് എല്ലാം നടക്കൂടി മറിയേ. എല്ലാവരും പറയുന്നത് എന്റെ കല്യാണക്കാരിയോ ഒരാളൊഴിച്ച്. എന്തോ അങ്ങർക്കത് താല്പര്യമില്ല. നീ സൂചിപ്പിച്ച് എന്നെയാണെങ്കിൽ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അങ്ങനെ ആശിക്കാൻ പാടില്ലാത്തോണ്ടാ. അതെന്താ? അന്നയ്ക്ക് എന്നെ അറിയില്ല. എന്നെ ജനിപ്പിച്ച ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും എന്നെ പെറ്റതൊരു പുലയ. ഞാൻ മഴമാറിയാണ്. ഞങ്ങളും അങ്ങനെ തന്നെയാ. എന്റെ വല്യപ്പന്റെ അപ്പൻ ഒരു നമ്പൂതിരിയായിരുന്നു ചേട്ടൻ എപ്പോഴും പറയും. അതുകൊണ്ടെന്താ? അന്നയ്ക്ക് മനസ്സിലാകത്തില്ല. കാര്യം വരുമ്പോ ചോദിക്കാൻ ആളുണ്ടാവും, എതിർക്കാനും. അവരുടെ മുമ്പിൽ പിന്നെ ഞാൻ നാണങ്ങളേണ്ടി വരും. അങ്ങനൊന്നും ഉണ്ടാവില്ലെന്നേ. ബുദ്ധിയും പഠിപ്പും കുറവാണെങ്കിലും പ്രായം തികഞ്ഞൊരു പെണ്ണാണ് ഞാൻ. ഒരാണിനെ തിരിച്ചറിയാൻ എനിക്ക് കഴിയും. ചേട്ടൻ ജനിച്ചത് എവിടെയാണെന്ന് എനിക്കറിയണ്ട. എന്നെ ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞേക്ക്. വർഗീസേ, ഒരു ബീഡിങ് തന്നെ. ആരോട് ചോദിച്ചാൽ നിങ്ങൾ ഈ മരം മുറിക്കുന്നേ? മനസ്സിലായില്ല. ഇല്ലത്തോ നീ സ്ഥലം തീർമാനിച്ച ആളായി നിൽക്കുന്നേ. നേരെ എടുത്ത് കുറിപ്പിച്ചാട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത്. നിങ്ങൾ തിരക്കാൻ വന്നരാ കണ്ട അവിടുന്ന് ഇവിടുന്ന് വന്ന ചേട്ടന്മാരെ ഇവിടെ സുജാല നോക്കണ്ട. പെട്ടെന്ന് വരും. നിങ്ങളല്ലേ മരം പിടിച്ചിരുന്നു? അങ്ങോട്ട് മാറിയില്ല, അങ്ങ് മാറിയില്ല. നിന്നെ ഞാൻ കുഞ്ഞാമട്ടി എന്താണിത്? ഇത് ഇവരുടെ സ്ഥലമാണ്. ക്രിസ്ത്യാനിയുടെ ഹക്ക് എന്ന് നടക്കുന്നത് പറയൂ. കുറുപ്പച്ചന്റെ ഹക്ക് നിന്ന് നിനക്കതേ തോന്നും. കാവക, നിങ്ങൾ തന്നെ വഴക്കുണ്ടാക്കണ്ട. ആര് തമ്മിലാടാ വഴക്ക്? കാതലാണോ? അതൊന്നും കുറുപ്പച്ചൻ ഞാനല്ല. തമ്പ്രാൻ, ഇവര് നമ്മളെ മരം വെട്ടാൻ സമ്മതിക്കുന്നില്ല. ഉവ്വോ, എന്റെ സ്ഥലം കയ്യേറിയാൽ കാല് വെട്ടും ഞാൻ എല്ലാറ്റിന്റെയും. അയ്യോ, അങ്ങനെ പറയരുത്. ഇത് ഇല്ലത്തെ തിരുമേനിക്ക് കാശ് കൊടുത്ത് വാങ്ങിച്ചത് ഇവരാ. അതറിഞ്ഞ ഇവിടുത്തെ മരം ഞാൻ കച്ചവടം ഉറപ്പിച്ചു കൊടുത്തത്. എന്റെ ഓളച്ചാർത്തിൽപ്പെട്ട സ്ഥലത്ത് നിങ്ങൾ മരക്കച്ചവടം ഇറങ്ങി പോയില്ല. ആരാ ഇറങ്ങേണ്ടത്?
കുറുപ്പച്ചൻ പൊറുക്കണം. അവൻ അറിയാതെ അടിച്ചോടിക്കണ അല്ലോ വേണ്ട കുറുപ്പച്ച. അയ്യോ, ഞങ്ങൾ വഴക്കിനും വക്കാണത്തിനൊന്നും വന്നവരല്ല. ഈ സ്ഥലം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ തിരുമേനി പറയട്ടെ, ഞങ്ങൾ ഒഴിഞ്ഞേക്കാം. അല്ലാതെ ഞങ്ങൾ ഓടിക്കണം നോക്കണ്ട. തിരുമേനിയാണല്ലോ ജന്മി. വേണ്ടാതെ തമ്മി തല്ലി ചത്തിട്ട് എന്താ കാര്യം? നമുക്ക് ഇല്ലത്ത് വെച്ച് തീരുമാനിക്കാം. സത്യം നിങ്ങളുടെ ഭാഗത്താ. ന്യായം അശേഷം ഇവിടെയും ഉണ്ട്. ധർമ്മം നമുക്ക് അല്പം പിഴച്ചത്. നിങ്ങൾക്ക് ഭൂമി കൈവശം തരുമ്പോ കുറുപ്പിന് നേരത്തെ അതിലൊരു അവകാശം ഉണ്ടായിരുന്നു, ഒരു ഓടച്ചാർത്ത്. മോൻ അത് അറിഞ്ഞില്ല. തത്സമയം നമ്മുടെ കാര്യസ്ഥന് ഈ ശങ്കുണ്ണി അല്ല ശകുനിയാതാൻ ഇയാൾ നമ്മോടത് പറഞ്ഞതുമില്ല. നിങ്ങൾ ആ മലയുടെ ഒരു ഭാഗമല്ലേ വാങ്ങിക്കുന്നുള്ളൂ? ഓ തിരുമേനി, തന്നോടല്ല ചോദിച്ചത്. ഇയാൾ പറയട്ടെ. ചാക്കോ സഞ്ജിയോ മോൻ പേര് മറന്നു. ചാക്കോ. ആ, ചാക്കോ എത്ര രൂപ കൊടുത്തു? 5000 രൂപ. ഇനി 25,000 റുപ്യ ബാക്കി തരാനാ. ഓ, വയ്ക്കോന്ന് വെച്ചാ ഈ കുറിപ്പിന്റെ ഓടച്ചാരത്തിന് വേറെ ഒരു 10,000 രൂപ അങ്ങോട്ട് കൊടുക്കുക. ശരിവാക്കണ്ട. ആ മല മുഴുവനായിട്ട് നിങ്ങളങ്ങെടുത്തോളൂ. ഈ ബാധ ആ മലയിൽ ഒഴിപ്പിക്കാനാ. തിരുമേനി, സങ്കടമുണ്ട്. അടിയന്റെ അവകാശം ഈ ക്രിസ്ത്യാനികൾക്ക് കൊടുത്താൽ ഒട്ടും മോശമാവില്ല. അവരവിടെ കൃഷി ചെയ്യും. അടിയനോട് ഈ കളിങ്കൈ ചെയ്യരുത്. താൻ മറ്റുള്ളവരോട് ചെയ്യുന്ന അത്ര വലിയ മോൻ അറിഞ്ഞില്ല എന്ന് കരുതിയോ? മുമ്പുള്ള ഇവിടുത്തെ അപ്പൻ നമ്പൂതിരിമാര് സംബന്ധം കൂടിയ ഒരു കുടുംബത്തിലെ അല്ലേ എന്നോർത്ത് ക്ഷമിച്ചതാ തന്റെ ദുഷ്ടതകള്. എന്താ, നല്ലോണം ആലോചിച്ചിട്ട് മതി. പണം കൊടുക്കാൻ വയ്ക്കുവോ ഈ കുറിപ്പിനെ? തിരുമേനി മോഹമുണ്ട്, പക്ഷെ എന്റെ കയ്യില് അടിയങ്ങളുടെ കയ്യില് അടിയങ്ങളുടെ കയ്യിൽ ഇവിടെ തരാനുള്ള കുറച്ച് രൂപ ഇപ്പോ ഉള്ളൂ. അതിന്ന് കൊടുത്തോളൂ. നമ്മുടെ പണത്തിന് അവധി തരാം ഒരു കൊല്ലത്തേക്ക്. അടിയൻ 25,000 റുപ്യ ഒരു കൊല്ലത്തിനകം ഇവിടത്തേക്ക് കൊടുക്കണം. വഹിക്കോ? വയ്ക്കും. അമാന്തിച്ചാൽ വസ്തു കിട്ടില്ല. ഇനിയുള്ള കാര്യങ്ങൾ കാര്യസ്ഥൻ ശങ്കുണ്ണിയായിട്ട് സംസാരിച്ചോളൂ. അടിയൻ അമ്മ അലേന്ന് മരം മുറിച്ചാ തിരുമേനിയെ കഴിയണത്. ഇനിയിപ്പോ ക്രിസ്ത്യാനിയാണ്. എന്താ തന്റെ പേര്? കുഞ്ഞമുട്ടി. ശങ്കുണ്ണി, നമുക്ക് വേറെ ഉണ്ടല്ലോ മല. ഇയാൾ അവിടുന്ന് മരം മുറിച്ചോട്ടെ. അതിപ്പോ ചാർത്തായിട്ടോ കാണായിട്ടോ? ജീവിക്കാനല്ലേടൂ. കളിച്ച് ബാപ്പാന്റെ മറ്റേടത്തെന്ന് പറഞ്ഞ് ചേരിക്ക. ചേട്ടന്മാരിപ്പോ നമ്മളെ നെഞ്ചിട്ട് കയറുന്നത്. തിരുമേനി വിളിച്ച് ഏന്ന് വെച്ചു കൊടുക്കുക. ചുരുങ്ങിയ 1,00,000 റുപ്യേന്റെ മരം ഉണ്ടാവും ആ മലയിൽ മുറിച്ചു വെക്കാൻ. എടാ കുഞ്ഞമുട്ടി, ഈ നസ്രാണികളെ ഇനി ഇവിടെ വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല. എന്നാലേ തന്നെ കാശിങ്ങിതാ. ശങ്കുട്ടികാരെയും കൂട്ടിപ്പോയി കുറുപ്പത്തിന്റെ കണക്ക് ആദ്യം തീർക്കാം. 5,000 രൂപ മുൻകൂർ തന്നതടക്കം ഇതിലൂടെ ചേർത്ത് ഞാനിപ്പോ 10,000 രൂപ മുടക്കിയിട്ടുണ്ട്. ചാക്കോച്ചന്റെ വീതം പണം എപ്പോ ഉണ്ടാവും? നമ്മൾ തമ്മിൽ അങ്ങനെ അറുത്തു മുറിച്ച് കണക്ക് പറയണം. അത് വേണം. പങ്കുകാരാകുമ്പോ 2 കൂട്ടരും പറയണം. എന്നാൽ കാര്യസ്ഥൻ നായർക്ക് കൊടുക്കാനുള്ളത് അടക്കം 7,500 രൂപ പൈലി തന്നാൽ തന്റെ പങ്ക് തീർന്നു. താൻ ഉണ്ടായിക്കോ. അപ്പൊ ഉറച്ചല്ലോ. അടികൈ അടി. ഇല്ല, സന്ദർശനങ്ങൾ വരുന്നുണ്ട്. കൂട്ടി തൊട്ട് ഐസാക്കാതെ അങ്ങോട്ട് മാറുക. അങ്ങോട്ട് മാറുക. മാറോ? തിരുമേനി കുളിച്ചൊഴുത് വരുമോ ഇല്ലേ? നടന്നു നടന്നു.
വർഗീസെ കാട്ടാൻ ഇറങ്ങിയിരിക്കുക. ഇച്ചിരി നേരത്തെ അവരിവിടെ ഒന്നെല്ലാം തകർപ്പിച്ചു പോയതാ. ഇപ്പൊ വീണ്ടും ഇറങ്ങിയിരിക്കുക.